വാർത്തകളുമായി ന്യൂസ് 4 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മഹാസഖ്യത്തിന് പതനം. നിതീഷ് കുമാർ വീണ്ടും BJP പാളയത്തിൽ. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. NDA മുഖ്യമന്ത്രിയായ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 9 കോൺഗ്രസ് MLA-മാർ കൂറുമാറിയതായി സൂചന. ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധിക്കിടെ ജോഡോ യാത്ര ബംഗാളിൽ. രാഹുൽ മമത കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത. നായ് യാത്ര നാളെ ബീഹാറിൽ. ജാതി സെൻസസ് ആവശ്യം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. ഗവർണറുടെ സുരക്ഷ CRPF-ന് നൽകിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും. കേന്ദ്ര നടപടി ഫെഡറൽ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് LDF. ആര് വന്നാലും പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് MV ഗോവിന്ദൻ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതി സവാദിന്റെ DNA പരിശോധന നടത്തും. കോടതിയിൽ അപേക്ഷ നൽകാൻ NIA തീരുമാനം. നീക്കം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മോദി സർക്കാരിനെ വിമർശിച്ച സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ. രാജ്യത്തിന്റെ കടം കുത്തനെ കൂടി. രാജ്യത്തെ പുരോഗതിയേക്കാൾ മോദിക്ക് താൽപര്യം ഭിന്നിപ്പിച്ച് ഭരിക്കാൻ. കേന്ദ്ര ധനമന്ത്രിയുടെ ഭർത്താവിന്റെ വിമർശനം കേരള വിഷൻ ന്യൂസിനോട്. വാർത്തകളിലേക്ക് വിശദമായി. ബീഹാറിൽ മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ BJP